നമസ്കാരം. റഷ്യയിൽ ഇടുത്തി തീർത്ത അമേരിക്കൻ ആക്രമണം. അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം റഷ്യയാണ്. ലോക ഭൂപടത്തിൽ പുതിയ യുദ്ധരേഖകൾ വരയ്ക്കപ്പെടുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ വരുന്ന പുകയും തീപ്പൊരിയും കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് റഷ്യയുടെ ചുവരുകളെ തകർക്കുവാൻ ലക്ഷ്യമിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ ആണ് എന്ന ഭീതി ലോകം മുഴുക്കെ പടരുകയാണ്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരനായിട്ടുള്ള ജെനഡി സ്യുഗനോവ് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ വെറുമൊരു മുന്നറിയിപ്പല്ല, അത് വരാനിരിക്കുന്ന ഒരു മഹാവിപത്തിന്റെ അപായ സൂചനയാണ്. ചൈനയെ സാമ്പത്തികമായിട്ട് വെരിഞ്ഞു മുറുക്കിയും ഇറാനെ സൈനികമായിട്ട് തകർത്തും ഒടുവിൽ റഷ്യ എന്ന വൻശക്തിയെ ചിഹ്ന ഭിന്നമാക്കി ലോകത്തിന്റെ വിഭവ സംഭരണശാലയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള പാശ്ചാത്യ ഗൂഢതന്ത്രങ്ങൾ അത് ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് എന്നതാണ്. ലിബിയയെയും ഒപ്പം തന്നെ ഇറാഖിനെയും പോലെ റഷ്യയും തകർക്കുവാൻ പാശ്ചാത്യ സാമ്രാജ്യം വലവിരിക്കുമ്പോൾ സോവിയറ്റ് കാലത്തെ ആത്മവിശ്വാസത്തിലേക്കും ഒപ്പം തന്നെ സ്വയം പര്യാപ്തതയിലേക്കും മടങ്ങുകയല്ലാതെ റഷ്യക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്നുള്ളതാണ്. ആഗോളാധിപത്യത്തിന് വേണ്ടിയുള്ള ഈ ചതുരംഗ കളിയിൽ റഷ്യയെ അടുത്ത ലക്ഷ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സ്യുഗനോവിന്റെ വാക്കുകൾ ലോകരാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുകയാണ് എന്നുള്ളതാണ്. അതായത് റഷ്യയിൽ ഇടുത്തി തീർക്കുന്ന തരത്തിലുള്ള അമേരിക്കൻ ആക്രമണങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു ലക്ഷ്യം. റഷ്യൻ സ്റ്റേറ്റ് ഡ്യൂമയുടെ തളങ്ങളിൽ മുഴങ്ങിയ ജെനഡി സ്യുഗനോവിന്റെ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ക്രമത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശകലനമാണ്. അമേരിക്കയുടെ ശത്രു പട്ടികയിൽ റഷ്യയുടെ സ്ഥാനം ഇന്ന് എവിടെയാണ് എന്ന് അദ്ദേഹം അട്ടമിട്ട് നിരത്തുകയാണ്. മുൻപ് ചൈനയെ ഒന്നാമത്തെ ശത്രുവായും റഷ്യയെ രണ്ടാമത്തെ ശത്രുവായും കണ്ടിരുന്ന അമേരിക്കയുടെ തന്ത്രങ്ങൾ ഇന്ന് പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇറാനുമായുള്ള സംഘർഷങ്ങളെ ഒരു മറയാക്കി റഷ്യയെ നേരിട്ട് ആക്രമിക്കുവാനും തകർക്കുവാനും അമേരിക്ക പദ്ധതിയിടുന്നു എന്നതാണ് സ്യുഗനോവിന്റെ ഏറ്റവും വലിയ ഭീതി എന്ന് പറയപ്പെടുന്നത്. യൂഗോസ്ലാവിയയുടെ വിഭജനവും ലിബിയയിലെയും ഇറാഖിലെയും അസ്ഥിരതയും ലോകം കണ്ടതാണ്. എന്നാൽ റഷ്യയെ ലക്ഷ്യമിടുന്നത് അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള ഒരു തകർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. റഷ്യയെ വെറുമൊരു രാജ്യമല്ല, മറിച്ചൊരു ഗ്രഹത്തിന്റെ മഹാസംഭരണശാല എന്നാണ് വിശേഷിപ്പിക്കപ്പെടേണ്ടത്. ലോകത്തിന് ആവശ്യമായിട്ടുള്ള എണ്ണ, പ്രകൃതിവാതകം, വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയുടെ വൻ ശേഖരമാണ് റഷ്യയുടെ മണ്ണിലുള്ളത്. ഈ അപാരമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ പൂർണ്ണാധിപത്യം സ്ഥാപിക്കുക എന്ന സാമ്രാജ്യത്വ അജണ്ടയാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് പിന്നിലെന്ന് സ്യുഗനോവ് അടിവരയിട്ട് പറയുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ക്രമത്തിൽ വിശ്വസിക്കാതെ സോവിയറ്റ് കാലത്തെ വിജയകരമായിട്ടുള്ള അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു സ്വയം പര്യാപ്ത സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ശത്രുവിന്റെ നിബന്ധനകൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് കൂടി സ്യുഗനോവ് ഓർമ്മിപ്പിക്കുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെയും നിരന്തരമായിട്ടുള്ള സൈനിക ഭീഷണികളെയും നേരിടുവാൻ വേണ്ടിയിട്ട് റഷ്യ സജ്ജമാകേണ്ടത് കേവലം പ്രതിരോധത്തിലൂടെ അല്ല, മറിച്ച് പൂർണ്ണമായ ഒരു ആന്തരിക പരിവർത്തനത്തിലൂടെയാണ് എന്നാണ് ജെനഡി സ്യുഗനോവ് വ്യക്തമാക്കുന്നത്. റഷ്യയുടെ യഥാർത്ഥ കരുത്ത് 3 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അജയ്യമായിട്ടുള്ള സൈനിക ശക്തിയും പ്രത്യാക്രമണ ശേഷിയും, ലോകത്തെ ഏറ്റവും വലിയ അണവായുധ ശേഖരത്തിന് പുറമെ യുദ്ധഭൂമിയിലെ സമവാക്യങ്ങൾ മാറ്റി എഴുതുവാൻ ശേഷിയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് സത്യത്തിൽ റഷ്യയുടെ യഥാർത്ഥ കരുത്തെന്ന് പറയപ്പെടുന്നത്. ശബ്ദാതിവേഗ മിസൈലുകളായിട്ടുള്ള സിർക്കോൺ, അവൻഗാർഡ് തുടങ്ങിയവ റഷ്യയെ പ്രതിരോധത്തിൻ്റെതെന്നതിലുപരി അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലവിലുള്ള ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കാൻ ഈ ഹൈപ്പർസോണിക് ആയുധങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ശബ്ദത്തെക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുകയും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായിട്ട് ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഈ സാങ്കേതിക വിദ്യ ശത്രു രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാത്ത വിധം മാരകമാണ്. റഷ്യൻ സൈന്യത്തിന്റെ ഈ അജയ്യമായിട്ടുള്ള കരുത്ത് ഏതൊരു അധിനിവേശ മോഹത്തിനും രാജ്യം നൽകുന്ന വ്യക്തമായിട്ടുള്ള താക്കീതാണ്. റഷ്യയുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഓരോ നീക്കവും ഇടുത്തി പോലെ തിരിച്ചടിക്കപ്പെടുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത്. ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളുടെ മഹാസംഭരണശാല എന്ന റഷ്യയെ വിശേഷിപ്പിക്കുന്നത് കേവലം വാക്കുകളല്ല, മറിച്ച് ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുവാൻ ശേഷിയുള്ള യാഥാർത്ഥ്യമാണ്. റഷ്യയുടെ വിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതിവാതകം, എണ്ണ, കൽക്കരി എന്നിവ ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരങ്ങളിൽ ഒന്നാണ്. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ റഷ്യൻ ഇന്ധനത്തിലുള്ള പങ്ക് എന്ന് പറയപ്പെടുന്ന അനിഷേധ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിവാതക പൈപ്പ് ലൈനുകൾ റഷ്യയുടെ കയ്യിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നയതന്ത്ര ആയുധങ്ങളായി മാറുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ആഗോള ഊർജ്ജ വിപണിയെ തളർത്തുവാൻ റഷ്യക്ക് കഴിയുമെന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ വിഭവ സമൃദ്ധി മൂലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഊർജ വിഭവങ്ങൾക്ക് പുറമെ ആധുനിക സാങ്കേതിക വിദ്യകൾക്കും പ്രതിരോധ ഉപകരണങ്ങൾക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള പ്ലാറ്റിനം, പല്ലാഡിയം, സ്വർണം, വജ്രം തുടങ്ങിയ അപൂർവ ലോഹങ്ങളുടെയും ഒക്കെ വലിയൊരു വിഹിതം റഷ്യയുടെ മണ്ണിലുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സുകളിലൊന്നായിട്ടുള്ള ബൈക്കൽ തടാകവും
ലോകത്തിന് ആവശ്യമായിട്ടുള്ള തടിയുടെ സിംഹഭാവവും നൽകുന്ന വിശാലമായിട്ടുള്ള സൈബീരിയൻ വനങ്ങളും റഷ്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതാണ്. പാശ്ചാത്യ വിപണികൾ അടഞ്ഞാലും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വളർന്നു വരുന്ന വിപണികളിലേക്ക് തങ്ങളുടെ വിഭവങ്ങൾ തിരിച്ചുവിട്ടുകൊണ്ട് ഏത് സാമ്പത്തിക വെല്ലുവിളിയെയും അതിജീവിക്കുവാൻ റഷ്യക്ക് സാധിക്കുന്നു എന്നതാണ്. ഈ വിഭവങ്ങളുടെ മേൽ പൂർണ്ണാധികാരം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാമ്രാജ്യത്വ ശക്തികൾ റഷ്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന ജെന്നഡി സ്യുഗനോവിന്റെ നിരീക്ഷണം ഇവിടെ ഏറെ പ്രസക്തമാകുന്നു എന്നുള്ളതാണ്. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഐക്യവും സോവിയറ്റ് പാരമ്പര്യവും ഒക്കെ, അതായത് പാശ്ചാത്യ സാമ്രാജ്യത്വത്തിനെതിരെ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരണകൂടവും ഇന്ന് ഒരേ സ്വരത്തിൽ ഉയർത്തുന്ന പ്രതിരോധം കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കമല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരോടിയ വലിയ ദേശീയ ബോധത്തിന്റെ പ്രതിഫലനമാണ്. റഷ്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ബാക്കി ശക്തികൾക്കെതിരെ ഒരൊറ്റ മനസ്സായി നിൽക്കുക എന്ന സോവിയറ്റ് കാലഘട്ടത്തിലെ ആ വീര്യം ഇന്നും റഷ്യൻ ജനതയുടെ സിരകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ലോക മഹായുദ്ധകാലത്ത് ഫാസിസത്തെ കെട്ടുകെട്ടിച്ച ആ പഴയ പോരാട്ട വീര്യം പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ തന്നെ അവരെ പ്രാപ്തരാക്കുന്നു എന്നതാണ്. ജെന്നഡി സ്യുഗനോ പോലുള്ള നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഉപഭോഗ സംസ്കാരത്തെക്കാൾ റഷ്യക്കാർ വിലമതിക്കുന്ന തങ്ങളുടെ പരമാധികാരത്തെയും സാമ്പത്തിക പാരമ്പര്യത്തെയുമാണ് എന്നാണ് പറയപ്പെടുന്നത്. ശത്രുവിന്റെ ഉപരോധങ്ങളും ഭീഷണികളും റഷ്യൻ ജനതയെ ഭയപ്പെടുത്തുന്നു എന്നതിന് പകരം അവരെ കൂടുതൽ ഐക്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, മാതൃഭൂമി എന്ന വികാരം. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഭരണകൂടത്തിനും സൈന്യത്തിനും പിന്നിൽ അണിനിരക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശത്രുവിന്റെ ബ്ലൂ പ്രിന്റുകളിലല്ല, മറിച്ച് സ്വന്തം കഴിവിനെയും ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യത്തെയും വിശ്വസിക്കുന്ന ഒരു ജനതയാണ് റഷ്യയുടെ ഏറ്റവും വലിയ സംരക്ഷകർ എന്ന് പറയപ്പെടുന്നത്. ഈ ആത്മബലമാണ് ഏതൊരു അത്യാധുനിക ആയുധത്തെക്കാളും വില അല്ലെങ്കിൽ വലിയ കരുത്ത് ആയിട്ടൊക്കെ റഷ്യയെ ലോകത്തിന് മുന്നിൽ നിലനിർത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് റഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിശ്വസിക്കുന്നു. ഇറാനെ തകർക്കുന്നതിലൂടെ റഷ്യയുടെ ആഗോള എണ്ണ വിപണിയിലെ സ്വാധീനം കുറയ്ക്കുവാനും ഒപ്പം തന്നെ ചൈനയുടെ ഊർജ്ജ വിതരണ ശൃംഖലയെ അസ്ഥിരപ്പെടുത്തുവാനും അമേരിക്ക ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. ഉപരോധങ്ങളിലൂടെയും സൈനിക സമ്മർദ്ദത്തിലൂടെയും റഷ്യയെയും ഇറാനെയും ഒരേപോലെ തളർത്തുവാനുള്ള ഈ ഇരട്ട നിയന്ത്രണ തന്ത്രം എന്ന് പറയപ്പെടുന്ന ലോകത്തെ മറ്റൊരു ഭയാനകമായിട്ടുള്ള ശീതയുദ്ധത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്നുള്ളതാണ്. നയതന്ത്രത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന ഈ വേളയിൽ സാമ്രാജ്യത്വത്തിന്റെ കുതിച്ചുചാട്ടത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് റഷ്യയും സഖ്യകക്ഷികളും തങ്ങളുടെ സൈനിക സാമ്പത്തിക കരുത്ത് ഏകോപിപ്പിക്കേണ്ടത് നിലനിൽപ്പിന്റെ ആവശ്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നയതന്ത്ര ബ്ലൂ പ്രിന്റുകളെയും വാഗ്ദാനങ്ങളെയും വിശ്വസിക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. സ്വന്തം കരുത്തിൽ വിശ്വസിക്കുന്ന മഹത്തായിട്ടുള്ള പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഒരു റഷ്യക്ക് മാത്രമേ വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിക്കുവാൻ കഴിയൂ എന്ന് സ്യുഗനോവ് ആഹ്വാനം ചെയ്യുന്നത് പോലെ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും രാജ്യം ഈ പറയുന്നത് പോലെ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. റഷ്യയുടെ വാതിലുകളിൽ സാമ്രാജ്യത്വം മുട്ടുമ്പോൾ വഴങ്ങിക്കൊടുക്കുവാനുള്ള, മറിച്ച് ആഞ്ഞടിക്കാനാണ് ആ രാജ്യം തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. ഈ പോരാട്ടം വെറും അധികാരത്തിന് വേണ്ടിയല്ല, മറിച്ച് റഷ്യ എന്ന വൻശക്തിയുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ളതാണ്. റഷ്യയിൽ ഇടുത്തി തീർത്ത് അമേരിക്കൻ ആക്രമണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. അതുകൊണ്ടാണ് അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം റഷ്യയാണ് എന്നും ആ റഷ്യയുടെ മാറു പുലർത്തുന്ന തരത്തിലുള്ള മിസൈൽ ആക്രമണം നടത്തി റഷ്യ എന്ന വൻശക്തിയെ ചിഹ്ന ഭിന്നമാക്കുക, എന്നിട്ട് ലോകത്തിന്റെ വിഭവ സംഭരണശാലയ്ക്ക് മേൽ ആധിപത്യം നേടുക മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ട്രംപിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല.